ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളൊരു കസിൻ്റെ വീട്ടിൽ വന്നതാണ്. സ്ഥലം എരുമേലിലാണ്. ഞാനിവിടെ വന്നപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് ഇവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പിങ്ങും അതുപോലെ ഗാർഡനിങ് അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് ഓർത്തു. അത്യാവശ്യം നല്ല രീതിയിൽ പൂക്കൾ കാര്യങ്ങളെല്ലാം നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനപ്പം ഒന്ന് നിങ്ങളെ കാണിച്ചേക്കാം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു വീട്. ആ വീടിൻ്റെ ഔട്ട്ലുക്കാണ്. ടോട്ടൽ ഒരു ഔട്ട്ലുക്ക് നോക്കി. ഇത്രയും ഒരു ചെറിയ സ്പേസിനുള്ള അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പേസ് എല്ലാം മാനേജ് ചെയ്തിട്ട് ആ ഒരു ഗാർഡനിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളും ഞാൻ കാണിക്കാം. വീടിൻ്റെ എൻഡ് ഓഫ് ദ കോർണറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പം അത്യാവശ്യം ബഡ് പ്ലാവാണ്, അതുപോലെ സപ്പോട്ട അതും ബഡാണ്. എല്ലാം ആ ഒരു ഇതിൽ തന്നെ കായ്ച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല രീതിയിൽ തന്നെ പാകമായിട്ടുണ്ട്. അതുപോലെ അത്യാവശ്യം ചെറിയ ചെറിയ പ്ലാന്റ്സ്, റംബുട്ടാൻ കാര്യങ്ങൾ. ആ ഒരു ചെറിയ സ്പേസ് ഒന്ന് ഓർക്കണം. ആ ഒരു സ്പേസിൽ തന്നെ എല്ലാം മാനേജ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ ഇവിടെ ബാംഗ്ലൂർ സ്റ്റോണാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അത് നല്ല ഒരു ഭംഗി നൽകുന്നുണ്ട്. റോസസാണ്, ഫുൾ വെറൈറ്റിയിലുള്ള റോസ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. റോസ് നിറത്തിലുള്ള ഇതുണ്ട്. പിന്നെ അതുപോലെ വൈറ്റ് കളർ. ഇതിൻ്റെ എല്ലാം പേര് എടുത്തെടുത്ത് പറയാനായിട്ട് അറിയില്ല. അതുപോലെ ആര്യവേപ്പ്. ഇത് മാംഗോസ്റ്റിൻ എന്ന് പറയും. മാംഗോസ്റ്റിൻ അത്യാവശ്യം നല്ലൊരു ഷെയ്ഡ് നൽകുന്നുണ്ട് മാംഗോസ്റ്റിൻ. പിന്നെ വരുന്നത് ചെറിയ ചെറിയ പ്ലാന്റ്സുകളെല്ലാം ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ബൊഗൈൻവില്ല. ഒരു വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കിളിച്ചിട്ടുണ്ട് സാധനങ്ങൾ. പല വെറൈറ്റി ഓഫ് കളേഴ്സിലാണ് ഇതുള്ളത്. ഏറ്റവും ഭംഗി കൊടുക്കുന്നത് ഈ ഒരു വെള്ള ബൊഗൈൻവില്ലയാണ്. നല്ല ഭംഗിയാണ്. ക്യാക്ടസ് ഉണ്ട്. പിന്നെ ആ ഒരു ചെറിയ സ്പേസിനുള്ളിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മീനുകളെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം മീനുകൾ ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഫുൾ പായലാണ്, അതുകൊണ്ട് കാണാനായിട്ട് പറ്റില്ല. ഫുൾ വരാല, മുഷി എന്നുള്ള രീതിയിലെല്ലാം മീനുകൾ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്.